അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ബുറൂജിലെ 10 മുതൽക്കുള്ള ആയത്താണ് ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത്. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബൂ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും പീഡിപ്പിക്കുകയും സുമ്മലം യത്തൂബു, പിന്നെ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, വലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് നരകശിക്ഷയുണ്ട്, അവർക്ക് കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് അരികിലൂടെ അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട്. ദാലിക്കൽ ഫൗസുൽ കബീർ, അതാണ് വലിയ വിജയം. ഇവിടെ ജബ്ബാർ പറയുന്നത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും പീഡിപ്പിച്ചിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഉണ്ട് എന്നാണ്. അപ്പോൾ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിലോ പശ്ചാത്തപിച്ചാലോ ശിക്ഷ ഉണ്ടാവില്ല എന്ന് വന്നു. അപ്പോൾ ജബ്ബാറിൻ്റെ ദുഷ്ടബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു സംഗതി. ഇവിടെ 2 സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പീഡനത്തിന് വിധേയരാവുന്ന, പീഡനപൂർവ്വം മറികടക്കേണ്ടി വരുന്ന സത്യവിശ്വാസികൾ. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് എന്താണ്? ഇത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അള്ളാഹു ഈ ലോകത്ത് വച്ച് മനുഷ്യൻ്റെ ചെയ്തികൾക്കെല്ലാം പ്രതിഫലം നൽകുക എന്നതല്ല അള്ളാഹുവിൻ്റെ രീതി. അള്ളാഹു അതിന് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് യൗമുൽ മൗഊദ്, വാഗ്ദത്ത ദിനം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ. അത് ഖുർആൻ അല്ലാത്തവർക്കും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദുനിയാവിൽ വച്ച് അവർക്ക് ശിക്ഷ നൽകുക, അത് ചിലപ്പോൾ സംഭവിക്കാം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ മർദ്ദനത്തിന് പീഡനത്തിന് ഇരയാവുന്ന ആളുകളെ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ രീതിയല്ല. അവർ ആ രംഗത്ത് സഹിക്കാനും ക്ഷമിക്കാനും തങ്ങളുടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചാഞ്ചല്യമില്ലാതെ മുമ്പോട്ട് പോകാനും തയ്യാറാണോ എന്നുള്ള പരീക്ഷണവും കൂടി അവിടെ ഉണ്ട്. അങ്ങനെ ഉള്ള പരീക്ഷണം നടക്കണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഒരു നടപടി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് യുക്തിസഹമായിട്ടുള്ളത് എന്ന് യുക്തിബോധമുള്ള ആർക്കും മനസ്സിലാവും. പക്ഷേ യുക്തിവാദികൾക്കത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ജബ്ബാർ തൻ്റെ ആളുകളെ ശിക്ഷിക്കണത് കണ്ടിട്ട് അള്ള കയ്യും കെട്ടി നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റേതായിട്ടുള്ള നിശ്ചയമുണ്ട്. ആ നിശ്ചയം അനുസരിച്ച് അള്ള പ്രവർത്തിക്കുള്ളൂ. ഇവിടെ പീഡനത്തിന് വിധേയരാവുന്ന, മർദ്ദനത്തിന് ഇരയായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ, അത് വിജയം വരെ, ഭൗതികമായിട്ടുള്ള വിജയം വരെ സംഭവിക്കാം, നൽകിയെന്ന് വരും. ചിലപ്പോൾ ആ മാർഗത്തിൽ അവർ രക്തസാക്ഷികളായി എന്ന് വരാം. രണ്ടായിരുന്നാലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് ഗുണാണെന്നാണ്. ഹൽ യതറബ്ബസൂന ബിനാ ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈൻ എന്ന് ഖുർആൻ സത്യവിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. നിഷേധികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടിലൊരു ഹുസ്ന, ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസ്ഥകൾ വരുന്നതല്ലാത്ത മറ്റു വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോന്നാണ്. ഈ 2 ഹുസ്നയിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള വിജയമാണ്. ഈ ലോകത്ത് വിജയം കിട്ടാതെ അവർ രക്തസാക്ഷികളായാൽ, അല്ലെങ്കിൽ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയരായിട്ട് മരിക്കേണ്ടി വന്നാൽ അവർക്ക് പരലോകത്ത് കിട്ടുന്ന സ്വർഗവും അതിലുള്ള പരിലാളനകളുമാണ് മറ്റൊരു ഹുസ്ന എന്ന് പറഞ്ഞത്.
അള്ളാഹു ഇവിടെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഈ രണ്ടിലൊരവസ്ഥയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും. നിങ്ങളുടെ പൂർവികന്മാരെ ബാധിച്ചതുപോലുള്ള യാതൊരു പ്രയാസവും ബാധിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്? മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ, അവരെ ദുരിതവും പ്രയാസങ്ങളും ഒക്കെ ബാധിച്ചു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്, പ്രവാചകൻ ദൂതനും തൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളും ചോദിച്ചു പോയി, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരാം? അത്രത്തോളം അവർ കഠിനമായി മർദ്ദിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾക്ക് സംജാതമാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള നടപടി സ്വീകരിക്കുന്ന ലോകമല്ല. ചിലപ്പോൾ അള്ളാഹു ഒരു ഘട്ടം കഴിഞ്ഞാൽ ധിക്കാരികളുടെ ധിക്കാരം അതെല്ലാ സീമകളും ലംഘിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നടപടിയെടുത്തു എന്ന് വരാം. അതല്ലെങ്കിൽ ഇവിടെ നടപടിയെടുക്കാതെ രണ്ടു കൂട്ടരെയും വിട്ട് അള്ളാഹു പരലോകത്തേക്ക് കാര്യം മാറ്റി വെക്കും. ഇതാണ് ഖുർആൻ എന്നല്ല, ഇസ്ലാം എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാകാം. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൃതിയുടെ പ്രശ്നമില്ല. ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇവിടെ അതിൽ പ്രയാസമുള്ളൂ. മുസ്ലിങ്ങൾ അത് സഹിക്കുകയും ക്ഷമിക്കുകയും അവർ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുള്ളതാണ്. ഇതാണ് അത്. അപ്പോൾ അതിൽ ഈ നിഷേധികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, ഈ പീഡനം നടത്തുന്ന മർദ്ദകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ചോയ്സ് കൊടുക്കുന്നുണ്ട് അല്ലാഹു. ഒന്ന്, നിങ്ങൾ ഈ മാർഗത്തിൽ തന്നെ മുന്നേറി നിങ്ങൾ അങ്ങനെ തന്നെ മരിച്ചിട്ട് നരകത്തിൻ്റെ വിറകുകളായി മാറുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കാനുള്ള സമയമുണ്ട്. മനുഷ്യൻ അവനിൽ അന്തർലീനമായിട്ടുള്ള രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് നന്മയോടുള്ള ആഭിമുഖ്യവും രണ്ട് തിന്മയോടുള്ള ആഭിമുഖ്യവും എന്ന് പറയുന്നത്. ഈ നന്മയോടുള്ള ആഭിമുഖ്യത്തിന് പ്രാധാന്യം കൊടുത്ത് തിന്മയിൽ നിന്ന് വിരമിച്ച് നന്മയുടെ പക്ഷത്തോട് ചേർന്ന് വന്നുപോയ തെറ്റുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പാപമോചനമാണ്. എന്തുകൊണ്ടാണത്? മനുഷ്യൻ അവന് ഈ പാപമോചനത്തിൽ നിന്ന് പശ്ചാത്താപം എന്നൊരു സംഗതി ഇല്ല എന്നാണ് വരുന്നതെങ്കിൽ അവിടെ മനുഷ്യൻ ഏറ്റവും വലിയ ഇപ്പോൾ ഇവൻ ജീവിതത്തിൽ കൈക്കൊള്ളുന്ന ക്രൂരതകളെക്കാൾ വലിയ ക്രൂരനായി മാറുക ചെയ്യാം. കാരണം എന്താണ്? ഞാൻ ഏതായാലും തെറ്റ് ചെയ്തു, എനിക്ക് രക്ഷയില്ല, പശ്ചാത്താപമില്ല, എന്നാൽ പിന്നെ ഇപ്പോൾ ഏതായാലും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കൂടുതൽ തെറ്റിൽ മുഴുകും, അക്രമമർദ്ദനങ്ങളിലേക്ക് മുഴുകും. അതേ അവസരം അല്പമൊക്കെ മനുഷ്യത്വമുള്ള നല്ല സുബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുക, ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയും ഇതിൽ മുമ്പോട്ട് പോകണമോ, അതുകൊണ്ട് പശ്ചാത്തപിക്കാം. അങ്ങനെ പശ്ചാത്തപിച്ച് വരുന്നവരെ ഒരു ഭാഗത്ത് അള്ളാഹു അവരെ രണ്ട് കയ്യും കീഴ്ന്നിട്ട് സ്വീകരിക്കുകയും അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മർദ്ദനത്തിനും പീഡനത്തിനും ഇരകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ് ഇതുകൊണ്ട് ലാഭം എന്ന് ചോദിക്കാം. യഥാർത്ഥത്തിൽ അവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹുവിങ്കൽ ഉയർന്ന സ്ഥാനം ലഭിക്കും. അത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അതേ അവസരം ഈ പശ്ചാത്തപിക്കുന്ന ആളുകളെ ഈ നേരത്തെ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട് ചേർന്നതല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട് ചേർന്നത് പശ്ചാത്താപം സ്വീകരിക്കാനുള്ളതാണ്. അതാണ് മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായിട്ടുള്ള ജീവിത വിജയത്തിന് ഗുണകരമായിട്ടുള്ളത് എന്ന് മനുഷ്യനേക്കാൾ അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും പശ്ചാത്തപിക്കാനുള്ള സന്ദർഭം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പശ്ചാത്തപിക്കാൻ തയ്യാറില്ലാതെ ഈ മുരടൻ നയവുമായിട്ട് ദുഷ്ടബുദ്ധിയുമായിട്ട് അക്രമമർദ്ദനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ലഭിക്കാനുള്ളത് നരകശിക്ഷയാണ്. ഇത് ജബ്ബാർ പറയുന്നത് പേടിപ്പിക്കുകയാണെന്നാണ്. അതെ, ശരിയാണ്, പേടിപ്പിക്കലാണത്.
എന്തിനു വേണ്ടിയാണ്? ഈ കുറ്റങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അക്രമമർദ്ദനങ്ങളിൽ നിന്ന് പിൻവാങ്ങാനാണ്. മനുഷ്യനെ ചിലപ്പോൾ അവനെ പ്രീതിപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ അവനെ പ്രീണിപ്പിക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തേണ്ടി വരും, അവൻ തെറ്റുകളിൽ നിന്ന് ഒഴിവാവാൻ. പക്ഷേ ഈ ഭീഷണി എന്ന് പറയുന്നത് കേവലം ഒരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാലല്ല. അത് സംഭവിക്കാനുള്ള മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ചെയ്യും എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞിട്ടുള്ളതുമാണ്. രണ്ടാമത്തെ സംഗതി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചിട്ട് ഇവിടെ ഈ കഷ്ടപ്പാടൊക്കെ ഏറ്റുവാങ്ങിയിട്ട് എന്ത് നേട്ടം എന്നാണ് ചോദ്യമെങ്കിൽ, നിങ്ങൾ ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. അതിനിവിടെ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യനത് മതി. അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അത് തന്നെ മനുഷ്യന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള വാഗ്ദാനമാണ്, പ്രതിഫല വാഗ്ദാനമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മറ്റ് പലയിടങ്ങളിലുമായിട്ട് അവർക്ക് ലഭിക്കാനുള്ള മറ്റ് നേട്ടങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഭൗതികമായിട്ട് നഷ്ടമുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് പരലോകത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ദുനിയാവിൽ ഇപ്പോൾ അവർ എത്ര തന്നെ മുമ്പോട്ട് പോയാലും ദുനിയാവ് നിലനിർത്താവുന്നതിന് പരിധിയുണ്ട്. അതുവരെ അത് നിലനിൽക്കുള്ളൂ, അല്ലാത്തതൊക്കെ പിന്നെ നശിച്ചു പോവുക. എന്നാൽ നശ്വരമായിട്ടുള്ള ഈ ലോകത്തിന് പ്രാധാന്യം കൊടുക്കാതെ ശാശ്വതമായിട്ടുള്ള പരലോക ജീവിതത്തിനും അള്ളാഹുവിൻ്റെ പ്രീതിക്കുമാണ് ഒരാൾ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അയാളുടെ വിജയം ഉറപ്പുവരുത്തുന്ന സംഗതി എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുമ്പോൾ മനുഷ്യന് നൽകുന്ന വാഗ്ദാനം. എന്നിട്ട് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ദാലിക്കൽ ഫൗസുൽ കബീർ, അതാണ് ഏറ്റവും വലിയ വിജയം എന്നാണ്. കാരണം മനുഷ്യന് ഈ ലോകം എന്നത് നശ്വരമാണെങ്കിൽ പരലോകം അത് വിശ്വാസിയെ സംബന്ധിച്ചും നിഷേധിയെ സംബന്ധിച്ചും പരലോകം ശാശ്വതമാണ്. അപ്പോൾ ആ ശാശ്വതമായിട്ടുള്ള പരലോകത്തിൽ ലഭിക്കുന്ന നേട്ടം, ആ നേട്ടമാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ദുനിയാവിൽ ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന നേട്ടമല്ല. അതുകൊണ്ട് ഇവിടെ സത്യവിശ്വാസികളോട് അള്ളാഹു ഇതിലൂടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ പരലോക ജീവിതത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭൗതികതയുടെ ഭാഗത്തേക്ക് നിങ്ങൾ ചായരുത്, അതിനെ അവഗണിക്കുകയാണ് ആ അർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതിനർത്ഥം ഭൗതിക ജീവിതത്തിൽ സൗകര്യങ്ങൾ നേടിക്കൂടാന്നല്ല, പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുകയും എന്നിട്ട് അത് തന്നെയാണ് എല്ലാം എന്ന് കരുതുകയും ചെയ്യാതെ അള്ളാഹുവിൽ അവൻ്റെ ദൂതന്മാരിൽ വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൊക്കെ വിശ്വസിച്ച് ആ വിശ്വാസത്തിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു നേട്ടമാണ്. അല്ലാത്ത ആളുകൾക്ക് അത് നഷ്ടമാണ്, പരാജയമാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇതിനെ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അയാൾ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയില്ല, ഒരു ദൈവമില്ല. അങ്ങനെ ഇല്ലാത്ത ഒന്നിനു വേണ്ടി എന്തിനു പണിയെടുക്കണം, ഞാനെന്തിനു കഷ്ടപ്പെടണം, എനിക്കെങ്ങനെയും ജീവിക്കാം. ഇത്തരം ആളുകൾ ചിലപ്പോൾ അവരുടെ ഈ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ സമീപനത്തിന് വിരുദ്ധമായി വിശ്വാസികളെ കണ്ടാൽ വിശ്വാസികളെ പരിഹസിക്കുകയോ കൊഞ്ഞനം കുത്തുകയോ അവരെ മർദ്ദിച്ചൊതുക്കുകയോ ഒക്കെ ചെയ്യാനും അവർ സാധ്യതയുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല വെച്ചാൽ അവർക്ക് ഇവിടെ അതിനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. നിലവിലെ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ആർക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവിടെ യുക്തിവാദികളെ സംബന്ധിച്ച് നാസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം മറുത്ത രീതി സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഇല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുള്ള മേഖലയിലാണെങ്കിൽ ഒരിക്കലും
അവർ ഇസ്ലാമിന് നിലനിൽക്കാൻ അനുവദിക്കൂല, അതിൻ്റെ ആളുകളെ മുഴുവൻ അവർ മർദ്ദിച്ചൊതുക്കുന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അത് അവരുടെ തന്നെ പല സമീപനങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാനും അറിയാനും ഒക്കെ കഴിയുന്ന സംഗതിയുമാണ് എന്നതാണ് വസ്തുത.